ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. വൈത്താരിയുടെ 61ാമത്തെ കലാകാരൻ സദനം ഗോപാലൻ. ഒപ്പം ജ്യോതിഷ് ബാബു. രണ്ടുപേരെയും ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഒരു കലാകാരനെയും എൻ്റെ വാക്കിലൂടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്കിതിൽ ചെറിയൊരു റോള് വേണമല്ലോ, അതുകൊണ്ട് മാത്രം പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. സദനം ഗോപാലൻ എന്ന വാദ്യകലാകാരൻ സദനത്തിൻ്റെ വാദ്യപാരമ്പര്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു കലാകാരനാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. 80 കാലഘട്ടം മുതൽ അദ്ദേഹം 82 മുതൽ അദ്ദേഹം അവിടെ അധ്യാപകനായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രയോക്താവായി ഗാന്ധി സേവാ സദനത്തിൻ്റെ ദൈനംദിനമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പ്രാപ്തിയുള്ള കാര്യശേഷിയുള്ള ഒരു ഭരണാധികാരിയായി ഒക്കെയാണ് സദനം ഗോപാലനെ സമൂഹം അല്ലെങ്കിൽ കലാ ആസ്വാദകരും കലാകാരന്മാരും അറിയുന്നത്. 78-ൽ ഗാന്ധി സേവാ സദനത്തിൽ പഠിക്കാൻ ചേർന്ന സദനം ഗോപാലൻ 82 വരെ അവിടെ പഠിച്ച് 82 മുതൽ തന്നെ ഗാന്ധി സേവാ സദനത്തിൽ ചെണ്ട അധ്യാപകനായി. പിന്നീട് അവിടുന്ന് വിരമിക്കുമ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിലധികം അദ്ദേഹം അവിടുത്തെ ഗാന്ധി സേവാ സദനത്തിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. തുടർന്നും നിരവധി വിദ്യാർത്ഥികളെ അദ്ദേഹം തൻ്റെ സ്വന്തം താല്പര്യം കൊണ്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രായഭേദമില്ല, പുരുഷൻ സ്ത്രീ എന്നതില്ല, കുട്ടി മുതിർന്നവൻ എന്നതില്ല. എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായാണ് ഗോപാലനെ ഇപ്പോൾ സമൂഹം അറിയുന്നത്. സദനത്തിൻ്റെ കലാപാരമ്പര്യമനുസരിച്ച് നമുക്ക് പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. വാദ്യത്തിനും തായമ്പകയ്ക്കും മേളത്തിനും അല്ലെങ്കിൽ കഥകളിക്കൂട്ടിനും പ്രാമുഖ്യം കൊടുക്കുന്ന കലാകാരന്മാരാണ് അവിടുന്ന് ഇറങ്ങിയിരിക്കുന്നത്. അത് വാദ്യത്തിനായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, മറ്റെല്ലാ മേഖലയിലും അങ്ങനെ തന്നെ. എന്നിരുന്നാലും അതിൽ നിരവധി ശിഷ്യരെ ഈ വാദ്യ ലോകത്തിന് സംഭാവന ചെയ്യുന്നതിൽ ഗോപാലന് പ്രധാന പങ്കുണ്ട്. അങ്ങനെയുള്ള ഗോപാലൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കഥകളി സംഗീതത്തിൽ എന്നല്ല, കച്ചേരികളിൽ എന്നല്ല, ഇതര ഗാന മേഖലകളിൽ കൂടി നിരവധി ആൽബങ്ങളും നിരവധി ഇല്ലെങ്കിലും ചില സിനിമകളെങ്കിലും പാടാനും മറ്റു പല പാട്ട് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാനും സാധിച്ചിട്ടുള്ള കലാകാരനാണ് പ്രത്യേകത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമയായ സദനം ജ്യോതിഷ് ബാബു. ഈ ജ്യോതിഷ് ബാബു അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് ശ്രദ്ധേയനായത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ ആലാപനത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ ആലാപനത്തിൽ അദ്ദേഹം നേടിയെടുത്ത കഴിവിൻ്റെ പ്രത്യേകതകളായിരിക്കാം. എന്തായാലും സദനം ജ്യോതിഷ് ബാബു സംഗീത ലോകത്ത് ഒരു അവിഭാജ്യ ഘടകമാണ്. ആരുടെ കൂടെ പാടുന്നതിനും ആർക്ക് ഒപ്പവും പാടുന്നതിനും മടിയില്ലാത്ത ശേഷിയുള്ള കലാകാരനാണ് സദനം ജ്യോതിഷ് ബാബു. എങ്ങനെയാലും അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഈ സദനം ഗോപാലൻ്റെ ഉത്തരം തേടുന്ന ചോദ്യകർത്താവ്. രണ്ടുപേരെയും വളരെ സ്നേഹാദരപൂർവ്വം വൈത്താരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ചോദ്യ ഉത്തരം എല്ലാവരും കേൾക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. വായ്ത്താരിയുടെ ഈ എപ്പിസോഡിൽ പത്രിപ്പാല അകലൂർ ദേശത്തിലെ പ്രസിദ്ധ കഥകളി ചെണ്ട ആചാര്യൻ
അനേകം ശിഷ്യസമ്പത്തുള്ള സദനം ഗോപാലകൃഷ്ണൻ ആശാനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കലാ ജീവിത യാത്രകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. നമസ്കാരം ആശാൻ. നമസ്കാരം ജ്യോതിഷ്. ആശാൻ, ഈ പഠനത്തിൽ ചെണ്ട പഠനത്തിന് എങ്ങനെയാണ് ഇതിന് തുടക്കം കുറിച്ചത്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും തുടക്കം കുറിക്കുക പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ പറയേണ്ടി വരും. പക്ഷേ എത്ര സമയം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ എൻ്റെ വല്യച്ഛൻ്റെ അടുത്ത് ചെണ്ട പഠിച്ചിരുന്നു. തായമ്പകയൊക്കെ മേളം, തായമ്പക അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഞങ്ങളൊന്നിച്ചെല്ലാവരും പാരമ്പര്യമായിട്ടുള്ള തന്നെ ചെണ്ട അച്ഛൻ. പിന്നെ എനിക്ക് 6 വയസ്സുള്ളപ്പോഴേ മരിച്ചു. അച്ഛൻ ഒരു 42 വയസ്സിലേക്കാണ് മരിച്ചിരിക്കുന്നത്. അത് പിന്നെ ബാക്കിയൊക്കെ എല്ലാം വല്യച്ഛനാണ് നോക്കിയിരുന്നത്. അപ്പോൾ വല്യച്ഛൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെണ്ട പഠിക്കുന്ന കാലമായിരുന്നു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് സദനത്തിൽ വരുന്നതിന് മുമ്പേ ഞാൻ പോണത് കുമാരേട്ടൻ വെച്ചാൽ നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു മറക്കാൻ പറ്റാത്ത ഒരാളാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കുമാരേട്ടൻ. ആശാൻ, ഇപ്പം വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ വല്യച്ഛൻ, അതുപോലെ അച്ഛൻ, അമ്മ, അവരൊക്കെ പേരെന്ന് പറഞ്ഞാൽ. വല്യച്ഛൻ്റെ പേര് വേലായുധൻ, അകലൂർ വേലായുധൻ എന്നാണ്. അദ്ദേഹമാണ് ആദ്യം ചെണ്ട പഠിപ്പിച്ചത്. അച്ഛൻ്റെ പേര് രാമൻ, അമ്മയുടെ പേര് പാറു. അപ്പോൾ എനിക്കൊക്കെ ഒരു 6 വയസ്സുള്ളപ്പോഴേ അച്ഛൻ മരണപ്പെട്ടതാണ്. ബാക്കി അപ്പോൾ ചെണ്ട പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ വല്യച്ഛൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവിടുത്തെ പറയുകയാണെങ്കിൽ അവിടുത്തെ പോത്തുകളെ മേച്ചിട്ടുള്ള കാലം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയം ഇവിടെ കുമാരേട്ടൻ, നമ്മുടെ എല്ലാം മാമാജി എന്ന് വിളിക്കുന്ന ഞങ്ങൾ അച്ഛൻ്റെ സ്ഥാനമാണ്. എനിക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു കുമാരേട്ടൻ. അപ്പോൾ കുമാരേട്ടൻ ഇവിടെ കരിങ്കൽ കോറി നടത്തുന്ന കാലം. അപ്പോൾ എൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവ് അദ്ദേഹം കോറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു കൽപ്പണിക്ക്. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല, നമുക്ക് ചെറിയ കുട്ടിയല്ലേ. അപ്പം ഞാനും ഉണ്ട് പറഞ്ഞിട്ട് ഒരു ദിവസം ചാടി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നു. എത്ര വയസ്സുണ്ടോ പക്ഷേ? അപ്പോൾ ഒരു 15 വയസ്സായിട്ടുള്ളൂ. കാരണം നേരത്തെ 10ാം ക്ലാസ് കഴിഞ്ഞതാണ്. 14 വയസ്സായി 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിട്ട് പരിപാടിക്ക് അല്ലെങ്കിൽ പണിക്ക് കരിങ്കല്ല് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാവടിക്കൊട്ടാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ചെണ്ടന്, അതെ, കൊട്ടിന് പോകുക എന്നുള്ള കാലം ഏറ്റവും ആദ്യം ചെയ്തിരിക്കുന്നത് ഞാൻ കാവടിക്കൊട്ടാണ്. അത് ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. അപ്പം കുമാരേട്ടൻ കോറിയിൽ വന്നപ്പം ഒരു 3-4 ദിവസം എന്നെ കണ്ടില്ല. അപ്പോൾ തന്നെ 4 ദിവസം കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുമാരേട്ട എനിക്ക് കൊട്ടുണ്ടായിരുന്നു. കൊട്ടോ? കാവടിക്കൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ കൊട്ടൊക്കെ അറിയോ? എന്നാൽ താൻ കളരിയിലേക്ക് വരിക. കളരിയിലേക്കൊന്ന് വരും. കളരി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഈ 15-16 വയസ്സിൻ്റെ കാരണേ കളരി എന്ന് പറഞ്ഞാൽ കളരിപ്പായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കളരി അന്വേഷിച്ചിങ്ങനെ വന്നു. കളരി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കുമാരേട്ടൻ കളരി പഠിപ്പിക്കുന്ന സ്ഥലം എവിടെ എന്ന് അവിടെ പഠിച്ചിരുന്ന ഒരു രാജു എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ചോദിച്ചു, കുമാരേട്ടൻ കളരി നടത്തുന്നത് എവിടെ, കളരി പഠിപ്പിക്കുന്ന സ്ഥലം? കളരി പഠിപ്പിക്കുന്നതല്ല, കളരി എന്നാണ് പറഞ്ഞത്. അതെ, എന്നാൽ കഥകളി പഠിക്കുന്ന സ്ഥലമാണ്. അവിടെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം അവിടെ എത്തിച്ചു. എന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യണം. ഉണ്ണികൃഷ്ണാശാനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ചെണ്ട പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കൊട്ട് നോക്കട്ടെ. ഉണ്ണികൃഷ്ണാശാൻ അവിടെ അധ്യാപകനായിട്ട് അല്ലേ? അതെ, ഉണ്ണികൃഷ്ണാശാനാണ് അവിടുത്തെ അധ്യാപകൻ. സദനത്തിലെ 78-ലാണ്. അപ്പം ആശാൻ കൊട്ടിച്ച് നോക്കി. കുമാരേട്ടൻ പറഞ്ഞു, വന്നുള്ള കൊട്ടിച്ച് നോക്കൂ, പറ്റുമോ നോക്കട്ടെ. അങ്ങനെ കൊട്ടിച്ച് നോക്കി. ഞാനപ്പോൾ കരിങ്കല്ലിൽ കോറി പണി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് വന്നിരിക്കണത്. അപ്പോൾ ആശാൻ കുഴപ്പമില്ല, പൊട്ട് പഠിക്കും എന്ന് ആശാൻ പറയുകയും ചെയ്തു. എന്നെ അവിടെ ചേർത്തി. എന്നിട്ട് കരിങ്കല്ലിൻ്റെ പണി രാത്രി വരെ കരിങ്കല്ലും, രാത്രി വന്ന അതേ കല്ലിൽ തന്നെയാണ് കൊട്ടണത്. അതെ, അത് കരിങ്കല്ലും കൂടവും, ഇത് കരിങ്കല്ലും പുളിമുട്ടിയും. എന്തായാലും കൈയൊക്കെ നല്ലോണം പൊട്ടിയിട്ട് ചോരയൊക്കെ ഒലിക്കുന്നുണ്ടാവും. എന്നാലും ആശാൻ വരുമ്പോഴേക്കും അത് ഞാൻ തുടച്ച് വയ്ക്കും. കല്ലിൽ ചോര കാണണ്ടെന്ന് വിചാരിച്ച് തുടച്ച് വയ്ക്കും. അത് വെച്ചാൽ സത്യം പറഞ്ഞാൽ കൈ പൊട്ടിയിട്ട് പറഞ്ഞ് എന്നാൽ ഒന്നും കൂടി പൊട്ടിക്കോ എന്ന് പറയുന്നല്ലാണ്ട് വേറെ യാതൊരു സാക്ഷ്യം ചോദിക്കാതിരിക്കുന്നു. ഉണ്ണികൃഷ്ണാശാൻ്റെ അന്നത്തെ പഠിപ്പിക്കേണ്ട ഒരു കാലം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് പറഞ്ഞു വരുന്നത്, പഠിപ്പിച്ചിരുന്ന രീതി. അതെ. എന്നിട്ട് ആശാൻ്റെ ക്ലാസ്സിൽ വരിക, ആശാൻ പഠിപ്പിക്കുക. നല്ല അടി കിട്ടും, അസലടിയാണ്. ചെറുതെന്നല്ല, നല്ല അടി തന്നെയാണ്.
അത് കഴിഞ്ഞാൽ ആശാൻ ഞാൻ വല്ലാണ്ട് കരയിനൊക്കെ കണ്ട ക്ലാസ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഉറ്റ സുഹൃത്തിന് മാതിരിയാണ്. അതിനെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ഒരു അയ്യപ്പേട്ടൻ്റെ ചായക്കട പറയും, അവിടെ കൊണ്ടുപോയി വടയും ചായയും ഒക്കെ വാങ്ങിത്തരും. അപ്പോൾ വിചാരിക്കും നാളെ മുതൽക്കുണ്ടാവില്ല അടി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതന്നെ അടി തന്നെ. ആശാൻ്റെ മുമ്പ് തന്നെയാണ് പറയണമെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൂടെ സ്വന്തം മകൻ ആരുമില്ല. എനിക്ക് ജൂനിയറോ സീനിയറോ ഒന്നുമില്ല. അതെൻ്റെ പഠിപ്പ് കഴിയുന്നവരെ ഇല്ല. അപ്പോൾ ഈ ആരെങ്കിലും കുട്ടനെ കേട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു കളരിയിൽ? കളരിയിൽ ആശാൻ കുട്ടണ തന്നെ, ആശാൻ്റെ കുട്ടണ കേട്ട് പരിചയം തന്നെ ഉള്ളൂ. ആശാൻ്റെ ഒപ്പം ഇരുന്ന് സീനിയേഴ്സിൻ്റെ കൂടെയുള്ള ക്ലാസ്സോ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല? അങ്ങനെ സീനിയേഴ്സിൻ്റെ കൂടെയുള്ള സീനിയേഴ്സ് ഇല്ല. സീനിയേഴ്സ് ചെണ്ടയ്ക്ക് സീനിയർ ഇല്ല, എനിക്ക് ജൂനിയറും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ക്ലാസ്, രാവിലെ മുതൽക്ക് രാത്രി വരെ. എന്റെ പഠനം അങ്ങനെ തന്നെയായിരുന്നല്ലോ. എങ്ങനെ? എനിക്കും അങ്ങനെ തന്നെ. അതെ, രാത്രി ക്ലാസ്. അതെ രാത്രി ക്ലാസ് കഴിയുന്നവരെ. അപ്പോൾ ചിലപ്പോൾ 10:30 കഴിയുക. കാരണം കുമാരൻ നാരാശാന്റെ ക്ലാസ്, രാത്രി ക്ലാസ് കുമാരൻ നാരാശാനും കൂടി ഉണ്ടാവും. ആശാന്മാരൊക്കെയായിരുന്നു വേഷത്തിന്റെ ആശാന്മാർ അന്ന് കളരി നടത്തിയിരുന്ന നരിപ്പറ്റാശാനായിരുന്നു ആദ്യം. രാമൻകുട്ടി ആശാനായിരുന്നു ആദ്യം. നമ്മുടെ സദനം രാമൻകുട്ടി ആശാൻ, പിന്നെ കൃഷ്ണൻകുട്ടി ആശാൻ. കൃഷ്ണൻകുട്ടി ആശാൻ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, ഒരു 5 മാസം അത്രയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ തോന്നും. അത് കഴിഞ്ഞ് പിന്നെ നരിപ്പറ്റാശാൻ ഉണ്ടായിരുന്നു. പിന്നെ ബാലാശാൻ സദനം കുമാരനാരാശാൻ. അതിൻ്റെ ഇടയിൽ കുമാരനാരാശാൻ അതിൻ്റെ മുമ്പ് കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി, പിന്നെ വീണ്ടും വന്നു. അങ്ങനെയാണ് ഹരിയേട്ടൻ്റെ സ്കോളർഷിപ്പ് പീരീഡിലോ മറ്റോ ആണ് പിന്നീട് കുമാരനാരാശാൻ വരണത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങളാണ്. പിന്നെ അതുമാതിരി സാധക ക്ലാസ്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ശിവാശാൻ ഇവിടെ ചെർപ്പുളശ്ശേരി ശിവാശാൻ കുറച്ച് ഖാദിയിൽ കുറേ ആൾക്കാരെ, കുട്ടികളെയല്ല വലിയവർ തന്നെ. അപ്പോൾ അതിൽ സാധക ക്ലാസ് അവിടെയാണ്. ഒരു 2 മാസത്തോളം ഉണ്ടായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ആശാനും ഞാനും ഇവിടുന്ന് പോവും. രവിയേട്ടനാണ്, മദ്രത്തിന് രവിയേട്ടനായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പാടെ പോയിട്ട് പിന്നെ ശിവാശാൻ്റെ ഒപ്പമാണ് സാധകം. അത് നല്ല അനുഭവമായിരുന്നു അന്നത്തെയും, അതും പറയാതിരിക്കാൻ വയ്യ. പിന്നെ അങ്ങനെ എത്ര വർഷമായിരുന്നു ആശാൻ സദനത്തിൽ? എത്ര വർഷം ഉണ്ടായിരുന്നു സദനത്തിൽ പഠനം? 78 മുതൽ 82 വരെ കോഴ്സാണ്. അത് ഉണ്ണീഷാശാനായിരുന്നു. ആശാൻ ഇവിടുന്ന് പോയതിന് ശേഷം കലാമണ്ഡലത്തിൽ ജോലി കിട്ടി പോയി. പിന്നെ ബലരാമാശാൻ വന്നു. ബലരാമാശാന് ജോലി കിട്ടിയിട്ട് ഇരിങ്ങാലക്കുടയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് വീണ്ടും ഇവിടെ തന്നെ കലാമണ്ഡലത്തിൽ തന്നെ പോയി. പിന്നെ പ്രഭാരപൊതുവാശാന് ബലരാമാശാൻ പോയപ്പോൾ വന്നത്. പ്രഭാരപൊതുവാശാൻ വന്ന ആ സമയത്തൊക്കെ എൻ്റെ PG ആണ്. അത് കഴിഞ്ഞ് സ്കോളർഷിപ്പ് പീരീഡിൽ വന്നപ്പോൾ അന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ. 84 മുതൽക്ക് പിന്നെ ഞാൻ സ്റ്റാഫാണല്ലോ. രാമകൃഷ്ണനൊക്കെ ആയിരുന്നു ആദ്യത്തെ. അല്ലെങ്കിൽ അതിന് മുമ്പ് അജിത് പ്രസാദ് പഠിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല, അവർ തമ്മിലൊരു ഇത് വേണ്ട അജിറ്റാണ് അതും കൂടി പറയുന്നത്. അപ്പോൾ അജിയാണ്. പിന്നെ അജിത് പ്രസാദിനെ എനിക്ക് ഉണ്ണീഷാശാൻ കൂടെ പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ. കാരണം വെച്ചാൽ ചെറിയ കുട്ടിയിലേ അവൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ രാമകൃഷ്ണനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് തന്നെ. അപ്പോൾ ആ സമയത്താണ് ചുനിപ്പുള്ളാശാനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഉണ്ണീഷാശാൻ ഏത് വർഷത്തിലാണ്? 82 പോയി. കലാമണ്ഡലത്തിൽ പോയി. പിന്നെ 82 ജൂൺ മുതൽ ബലരാമാശാനായിരുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത ഇതിലാകുമ്പോഴേക്കും ബലരാമാശാനും. അപ്പോൾ ഒരു വർഷം അധികം നിന്നിട്ടില്ല അവരൊക്കെ. പിന്നെ 84 എൻ്റെ കോഴ്സ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മുതലേക്ക് പിന്നെ ഞാൻ തന്നെ 84 മുതൽ അധ്യാപകനായി നിയമിച്ചു. ആശാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ? അതെ ഒറ്റയ്ക്ക് തന്നെ. ആശാൻ കീഴ്പ്പടം കുമാരനാശാൻ്റെ കളരിയിൽ ആശാൻ കൊട്ടിയിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അന്നത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ വെച്ചാൽ? ആശാൻ്റെ കളരിയിൽ അവിടുന്ന് ഏറ്റവും വലിയ അനുഭവം ആശാൻ്റെ കളരി കൊട്ടിയിട്ടാണ്. കാരണം പ്രത്യേകിച്ചും താളം, ആ താളത്തിൻ്റെ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത് തന്നെ ആശാൻ്റെ കളരിയിൽ നിന്നാണ്. അതിന് പ്രചോദനമായിട്ടുള്ളത് ഉണ്ണീഷാശാനും. ഇപ്പം ഉണ്ണീഷാശാൻ്റെ ഇത് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അവിടുന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് വരും, പോയോണ്ടും വളർന്നുകൊണ്ടും ഇരിക്കും. അപ്പോൾ 78-ലാണല്ലോ ഞാൻ എൻ്റെ അരങ്ങേറ്റം വന്നു തന്നെ. അപ്പോൾ ആ കൊല്ലം തന്നെയാണ് 5-ാമത്തെ മാസത്തിൽ ഞാൻ പഠിക്കാൻ ചേർന്ന 5-ാമത്തെ മാസത്തിൽ അരങ്ങേറ്റാണ്. അപ്പോൾ ജൂൺ ജൂലൈയിലാണ് ഞാൻ വരുന്നത്. ഡിസംബറിൽ അരങ്ങേറ്റുമായി. അതും കോട്ടായി ചമ്പ്രകുളങ്ങര അയ്യപ്പൻകാവിലാണ് അരങ്ങേറ്റം ഉണ്ടായിരുന്നു. എന്താ കൊട്ടിയിരുന്ന ആശാൻ അന്ന്? പുറപ്പാട്. മേളപ്പദം അന്ന് കൊട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, മേളപ്പദമല്ല, 5 മാസം കൊണ്ട് എന്തായാലും പുറപ്പാട് കൊട്ടി. പുറപ്പാടാണ്. പക്ഷേ ആ അരങ്ങേറ്റത്തിൻ്റെ കഥ അത് പറയുകയാണെങ്കിൽ ഉണ്ണീഷാശാനെ നമസ്കരിച്ചിട്ടേ ഞാൻ പറയാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഒരു അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എൻ്റെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ അങ്ങനെ ആവുകൊണ്ട് അവർക്കൊന്നും അറിയില്ല, എനിക്കും അറിയില്ല.
ഞാൻ ആശാന ഒരു മുണ്ട് എടുത്ത് തന്നു വീട്ടുകാർ, കുറേ ഓണപ്പടം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുണ്ട്, അതാണ് ഞാൻ ദക്ഷിണ കൊടുത്തിരിക്കുന്നത്. ഒരു 4 പോലും ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. കുറേ ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കണം, എല്ലാം ആശാൻ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. ഉണ്ണികൃഷ്ണാശാൻ തന്നെയാണ് എന്നെ ദക്ഷിണ തന്ന് അത് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് അരങ്ങത്തേക്ക് പോകുമ്പോൾ മുണ്ടിൻ്റെ മേലെ ഒരു വേസ്റ്റ് കൊടുക്കണമെന്നോ അതൊന്നും എനിക്കറിയില്ല, കാരണം പ്രായം അതാണല്ലോ. അപ്പോൾ നമ്മുടെ കേശവൻ നമ്പൂതിരി മറക്കാൻ പറ്റില്ല. നമ്മുടെ വേഷം കേശവേട്ടൻ്റെ മേൽക്കെടുക്കണ വേഷ്ടി എന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും ഒരു പിന്നെ പൊന്നാട ഉണ്ടാവും, അല്ലെങ്കിൽ കസവുമുണ്ട്. ആ കസവുമുണ്ട് എനിക്ക് കൊടുത്തു തന്നു. കോൽപ്പുറത്ത് അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ വേഷത്തിന് ഒരുപാട് കൊട്ടിയിട്ടുമുണ്ട്. അല്ല, അപ്പൊ അദ്ദേഹം സദനത്തിലായിട്ടുള്ള അദ്ദേഹം കളിക്ക് വന്നാണ്. ഓ ശരി. അവിടുത്തെ കളിക്ക് വന്നാണ് സദനത്തിന് വെച്ചാൽ ഈ ചമ്പ്രവളക്കര അയ്യപ്പൻ കാലത്തെ കളിക്ക് വന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വേഷ്ടി എടുത്തു തന്നതും അതൊന്നും മറക്കില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് ആ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് തന്നെ ആശാൻ എന്നെ കലാമണ്ഡലത്തിൽ കൂട്ടിക്കൊണ്ടുപോകണം. അതിന് മുമ്പ് തൃശ്ശൂർ വരെ യാത്ര ചെയ്തത് തന്നെ ആദ്യമായിട്ടാണ് അന്ന്. അതെ, ഉണ്ണീഷ് ആശാൻ പിന്നെ മാടമ്പി ആശാൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു ആകാശവാണിയിൽ റെക്കോർഡിങ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് ആശാന്മാർക്ക് മണ്ണാടിയാർ ആശാനും അച്ചുനിപ്പൂതൽ ആശാനൊക്കെ ദക്ഷിണ കുടിപ്പിച്ചു. അതും ആശാൻ പൈസ എടുത്തിട്ട് തന്നെയാണ്. ദക്ഷിണയും എല്ലാം എന്നെ ചെയ്യിപ്പിച്ചത് മുഴുവൻ ആശാനാണ്. അപ്പോൾ എൻ്റെ ഗുരു അല്ലെങ്കിൽ അച്ഛൻ എല്ലാ സ്ഥാനവും വഹിച്ചിട്ടുള്ള ആശാൻ തന്നെ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ആ 5.25 രൂപയോ മറ്റോ കൊടുത്ത് ആശാന്മാരൊക്കെ എണീക്കുക, 4 അണ എടുത്തിട്ട് 4 അണയാണ് ദക്ഷിണ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ 5 രൂപ വീണ്ടും എൻ്റെ പോക്കറ്റ് ഇട്ടതെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അതൊക്കെ. പിന്നെ വീണ്ടും അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒന്നാമത് കഥകളി എന്താണെന്ന് അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ അരങ്ങേറ്റത്തിനാണ് കഥകളി എന്ന് പറയുന്ന സാധനം തന്നെ അറിയുന്നത്. അല്ലാണ്ട് എന്ത് കൊട്ടാണോ ഞാൻ പഠിച്ചിരുന്നതെന്നും കൂടി അറിയുന്നത് അന്നത്തെ ആദ്യത്തെ അരങ്ങത്താണ്. എങ്കിലും അത് കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ 78 അരങ്ങേറ്റം കഴിഞ്ഞ് 79 മറ്റോ ആണ് സദനത്തിൻ്റെ ഒരു കളി പെരുങ്ങോട്ടുകുറിശി. അപ്പോൾ പെരുങ്ങോട്ടുകുറിശിക്ക് പോയപ്പോൾ കാരണവശാൽ അന്ന് ഉണ്ടായിരുന്ന ആശാന് പാടാൻ വരാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് സുഖതേട്ടനാണ് ഇവിടെ പാട്ടിന് വേറെ ഉള്ളത്, രണ്ടാമത്തെ പാട്ടുകാരനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2ാമത്തെ കൊല്ലം ആയിട്ടേ ഉള്ളതിനും ദക്ഷയാകാണ് കളി. അറിയാതെ മുതൽക്കാണെന്ന് എൻ്റെ ഓർമ്മ, ആശാന ഓർമ്മയുണ്ടാവും. അപ്പോൾ അന്ന് ആശാൻ പൊന്നാനിയും സുഖതേട്ടൻ ശിങ്കിടി ആയിട്ടാണ് ആ കളി നടത്തുന്നത്. ഉണ്ണീഷാശാൻ. അപ്പോൾ ചെണ്ടയ്ക്ക് ഞാൻ തന്നെയാണ് നിൽക്കണേ. ശരി. പേടിയുണ്ട്, കാരണം ആശാൻ അപ്പുറത്ത് ചേങ്ങലും കൊണ്ട് എപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അതൊരു മറക്കാത്ത അനുഭവം. അവിടെ നിന്ന് എനിക്ക് ധൈര്യം വന്നത്. അന്നത്തെ വേഷക്കാർ ഓർമ്മയുണ്ടോ? അന്നത്തെ വേഷക്കാർ പിന്നെ കറ്റശ്ശേരി രാംകുട്ടി ആശാനും അവരൊക്കെ തന്നെയാണ്. എല്ലാവരും ഒന്നുമില്ല, ആരൊക്കെയാണെന്ന് അത്ര ഓർമ്മ കിട്ടണില്ല. അവർ ഇവിടെ ഉണ്ടായിരുന്ന ആശാന്മാരൊക്കെ ഉണ്ടല്ലോ എന്തായാലും. എന്നിട്ട് ആ വീരഭദ്രം മുതൽക്കാണ് പിന്നെ ആശാൻ ചെണ്ടകളെ വന്നത്. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊട്ടി. ആശാൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ നോട്ടത്തിൽ നിന്ന് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ അനുഭവമാണ്, മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആശാൻ അന്നും പാടുക എന്നുള്ളത് നമുക്കും കുറേശ്ശെ ആ പാരമ്പര്യം ആശാൻ്റെ അടുത്ത് നിന്നും കിട്ടി. കുറച്ച് അരങ്ങത്തേക്കും പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആശാന് മറക്കാൻ കഴിയാത്ത ഒരരങ്ങല്ല, പല അരങ്ങളുണ്ടാവും. അതെ, പ്രത്യേകിച്ച് ഓർക്കത്തൊക്കെ ഉള്ള ഒരു അരങ്ങ് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒന്ന് വെച്ചാൽ ആദ്യത്തെ അരങ്ങ് പറഞ്ഞാൽ ഇപ്പോൾ ആശാൻ പോയി ബലരാമാശാൻ വന്നു, അത് കഴിഞ്ഞ് നമ്മളുടെ പ്രഭാരപ്പത്തുള്ളാശാൻ വന്നു. ആ സമയത്താണ് ഇവിടെ ഒരു ഉത്ഭവമാണ് അന്നത്തെ കളി. അത് പോസ്റ്റ് ബേസിക്കിലാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഉത്ഭവത്തിന് ഇപ്പോൾ ഞാൻ വിചാരിച്ചു പ്രഭാരപ്പത്തുള്ളാശാൻ കൊട്ടാൻ വരുന്നുണ്ടാവുമെന്ന്. ആശാൻ കാണായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് കൊട്ടി. കഥ കേട്ടിട്ടുണ്ട്. അതെ, ഒറ്റയ്ക്ക് ആ ഒരു ചെണ്ട താളം പിടിക്കാൻ പോലും എനിക്ക് ജൂനിയേഴ്സോ സീനിയേഴ്സോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. ആ ഉത്ഭവം മുഴുവൻ ഞാൻ കഴിച്ചു കൂട്ടി. എങ്ങനെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഗുരുവിൻ്റെ ഗുരുനാഥന്മാരുടെ ഉത്ഭവം രാവണനായിരുന്നു, ഓർമ്മയുണ്ടോ? ഉത്ഭവം തന്നെയാണ് നരിപ്പറ്റാശാൻ്റെ ഉത്ഭവം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നരിപ്പറ്റാശാൻ്റെ ഉത്ഭവം. അപ്പോൾ അത് എപ്പോഴും പറയുമായിരുന്നു ആശാൻ എന്നെ കാണുമ്പോൾ ഒക്കെ, നന്നായി നീ അന്ന് ചെയ്തല്ലോ എന്നുള്ളൊരിത്. പിന്നത്തെ മറക്കാൻ പറ്റാത്ത അനുഭവം അതിൻ്റെ ഇതായിട്ട് അവിടുന്ന് പിന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് വരും. പിന്നെ മറക്കാൻ പറ്റാത്തത് കുമാരനാശാൻ്റെ കളരി. അത് കഴിഞ്ഞിട്ട് ഒരു കളി ഇവിടുത്തെ ട്രസ്റ്റിൻ്റെ, പാലക്കാട് ട്രസ്റ്റിൻ്റെയാണ്. അപ്പോൾ ട്രസ്റ്റിലെ
കമലതളാണ് ആശാൻ്റെ. ആ അപ്പോൾ ആശാൻ ഒന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചാൽ എന്നത് പറഞ്ഞു തരാം, അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ ആശാൻ. അങ്ങനെ അല്ല കുട്ടി, പിന്നെ ഈ ദാസ്യം എന്ന് വെച്ചാൽ വെറും അടിച്ചു തെളിയല്ല കേട്ടോ, അത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് നമുക്ക് അതൊന്ന് മനസ്സിലാക്കണമല്ലോ, എന്താണ് അത് ചെയ്യാൻ പോകണം. ആശാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ദാസിയാകും ഉർവശി ആ സമയത്ത് ആശാൻ എന്തൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ആശാൻ മുഴുവൻ മദ്രാസിലൂടെയൊക്കെ. അപ്പോൾ കഥക്ക്, ഒഡീസി, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടി ഇതൊക്കെ അന്ന് അവിടെ കളിച്ചു. അതിനൊക്കെ എങ്ങനെയൊക്കെയോ അറിയില്ല, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കാം, അതിനൊക്കെ എനിക്ക് കൂടാൻ പറ്റി. അതൊരു വലിയ അനുഭവം തന്നെ. അന്ന് മദ്ദളത്തിന് രവിയേട്ടനാണ് പാട്ടിന്, എൻ്റെ ഓർമ്മയിലുണ്ട്, കോട്ടയ്ക്കൽ നാരായണേട്ടനും മധുവും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം, വലിയൊരു അനുഭവമാണ്. പിന്നെ രാമകൃഷ്ണദാസാൻ്റെ വേഷത്തിന് പൊട്ടിയ അനുഭവമുണ്ട്. ബാലവിജയൻ രാവണനടക്കം ആശാൻ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകും. മദ്ദളത്തിന് ചിലപ്പോൾ പട്ടിപ്പുളശാനായിരിക്കും. അതുമാതിരി തിരുവില്ലാമല വെച്ചിട്ട് തന്നെ ആശാൻ്റെ തോരണ യുദ്ധാനുമാനം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, പത്മനാഭന്റെ വേഷത്തിന് കൂട്ടിയിട്ടുണ്ട്. പത്മനാഭൻ കളരിയിൽ ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പത്മനാഭൻ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു. രാമകൃഷ്ണദാസാൻ കളരി നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. മന്നാടേശനൊക്കെ സദനത്തിലുള്ള ഇല്ല, മന്നാടേശൻ കളിക്ക് കൊണ്ടുപോകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. അതും വലിയൊരു അനുഭവമാണ്. വെച്ചാൽ കളിയൊക്കെ നടക്കുമ്പോൾ ഒരു ചെണ്ടക്കാരനായിട്ടൊക്കെ നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്. അച്ഛൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗുരുവായൂരൊക്കെ കളിക്ക് വരുമ്പോൾ അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാട്ടോ ഞാൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ആശാൻ്റെ പേര് ആരാണെന്ന് അറിയില്ല, എന്തായാലും പറയുന്നില്ല. അപ്പോൾ എന്തെന്നാ പറയേണ്ടത്, ആട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശാൻ നോക്കിയാൽ അങ്ങോട്ട് പൊക്കോളെന്നാണ്. ഇത് പിടിച്ചാ എന്നിട്ട് പിന്നെ ആട്ടം മുഴുവൻ വെച്ചാൽ ദുര്യോധനോദല്ല, ഉത്തരസ്വയംവരം ദുര്യോധൻ്റെയാണ്. അത് കഴിഞ്ഞ് പകുതി അവിടെ മുതൽക്ക് പിന്നെ ഞാനാ കൊട്ടിയത്. ശരി. അച്ഛൻ പഠനകാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്നത്തെ ഹോസ്റ്റല്, അതുപോലെ കളരി, അങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്ന് പറയാം അച്ഛൻ. ഈ ഹോസ്റ്റലിൽ കുറേ, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഈ പുല്ല് പറിക്കുക, ബാത്റൂം ക്ലീൻ ആക്കുക, അതുപോലെ മെസ്സിൽ വിറകുണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം മുതലേ ഉള്ളതാണോ, അത് പിന്നെ വന്നതാണോ, ഇപ്പം ഇല്ലാതെ ആയതാണോ? അങ്ങനത്തെ ഒന്നുമല്ല, അതൊക്കെ ആദ്യം മുതലേ ഉള്ളത് തന്നെയാണ്. നമ്മൾ വെച്ചാൽ ആ കളരിയും അല്ലെങ്കിൽ അതിന് പരിസരങ്ങളും, അല്ലെങ്കിൽ ഹോസ്റ്റൽ പരിസരം, ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ പാത്രം കഴുകൽ, ഭക്ഷണം വെക്കൽ, അതെല്ലാം നമ്മൾ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാതിരി കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടേ ആശാന്മാർ കഴിക്കുള്ളൂ. ആശാൻ പോലും അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വിളമ്പി തരിക, എന്നിട്ട് അതിലുണ്ടെങ്കിൽ കഴിക്കുക. അത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാരമ്പര്യം ഇത് പറയാം ഞാൻ. അപ്പം അന്നൊക്കെ അങ്ങനെ തന്നെയാണ്. കുമാരേട്ടൻ ഒരു തുക ഒരാഴ്ചയിൽ ഒരു ടീം, 2 ആൾക്കാരാണെങ്കിൽ പിറ്റത്തെ ആഴ്ച വേറെ 2 ആൾക്കാർ മെസ് ഡ്യൂട്ടി പറഞ്ഞാൽ അന്ന് വെപ്പിന് ആളില്ല, ഞങ്ങൾ തന്നെ വെക്കുക, വെച്ച് വിളമ്പുക, അങ്ങനെ ഉണ്ടല്ലോ. ഒരു താത്ത വരാം. അതെ അന്നിപ്പോൾ നമ്മൾ തന്നെ വെച്ചിട്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആളുണ്ടാവും, പിന്നെ രാത്രിയിൽ പോവുക, അല്ലെങ്കിൽ വെച്ചിട്ട് പിന്നെ രാത്രി അവർ വീട്ടിലേക്ക് പോവുക, വൈകുന്നേരത്ത് പോവുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിന് പിന്നെ ഒരുപാട് കാലം അത് പിന്നെ എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ശങ്കരേട്ടനും നമ്മുടെ ഇപ്പോൾ പെട്ടി ശങ്കരേട്ടനെ മറക്കാൻ പറ്റില്ല. പെട്ടിക്കാരൻ എന്നുള്ള ഇതല്ലാണ്ട് നമ്മളൊരു ഗുരുനാഥൻ എന്നുള്ളതിൽ അന്ന് ശങ്കരേട്ടനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അന്ന് ശങ്കരേട്ടൻ ആണ് കുറേ മെസ് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ ഒരു ദേവികമ്മ, അവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അവിടെ, നിങ്ങൾക്ക് ഉള്ള കാലത്ത് ഉണ്ടായിരുന്നു അറിയില്ല. അപ്പോൾ അതൊക്കെ നല്ല ഒരു ഇതായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പരിസരം വൃത്തിയാക്കുക, അതുമാതിരി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് നേരത്തെ ആശാന്മാരുടെ അടുത്ത് നിന്ന് ഓർഡർ വാങ്ങുക, എന്നിട്ട് എല്ലാവരും കൂടെ പിന്നെ ചെത്തി ഒരു പുല്ല് ചെത്തുക, അങ്ങനത്തെ വൃത്തിയാക്കൽ. അത് പ്രത്യേകിച്ചും ഓഗസ്റ്റ് 15 പട്ടിക്കാന്തിരി ജയന്തി, വിജയദശമിക്ക് മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ആനയും ഒക്കെ ആയിട്ട് ഒരാനയാണ് ഏൽപ്പിക്കാൻ പോവുക. പക്ഷെ ഹരിയേട്ടനാണ് 3 ആനേനെ അയച്ചു തന്നിട്ടുണ്ടാവും. ഒരു 3 ആനയൊക്കെ ആശാനം ഒരുപാട് പോയിട്ടുണ്ട് തോന്നുന്നു അവിടേക്ക്. ആശാൻ ഏൽപ്പിക്കൽ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ പാരമ്പര്യം, ആശാൻ്റെ കഴിഞ്ഞ് എനിക്ക് തരികയാണ്. അത് ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്താണ്. ആശാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാനും പരമാവധി ശ്രമിച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പട്ടിക്കാന്തിരി ജയന്തി ആയാലും വിദ്യാരംഭം ആയാലും ഇതിനൊക്കെ
അതുമാതിരി ഒരു കാലത്ത് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉള്ളത്, ഒരു വിദ്യാരംഭത്തിന് ഇവിടുന്ന് എഴുന്നള്ളിപ്പാണല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ പാണ്ടി ഒപ്പം കൊട്ടും, ഇപ്പോൾ കാച്ചാൻകുറിച്ചി ടീച്ചർമാരുടെ ഒപ്പം ഒക്കെ പാണ്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് കൊട്ടിയിട്ടില്ല, എന്ന് വെച്ചാൽ പ്രമാണിച്ചിട്ടില്ല. അപ്പോൾ വാസുവാശാൻ ഇവിടുന്ന് പാണ്ടിക്ക് കൊലമ്പി തന്നു, ഇനി അങ്ങോട്ട് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താട്ടോ. സദനം വാസുവാശാൻ. അതെ അതെ, സദനം വാസുവാശാൻ. എന്നിട്ട് ഞാൻ രാമകൃഷ്ണൻ കുറച്ച് ആൾക്കാരുമായിട്ട് പാണ്ടി കൊട്ടി ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ടല്ലോ സ്കൂളിലേക്ക്. അത് അവിടെ പോയിട്ട് ആ കലാശിക്ക്. അപ്പോൾ ഞാൻ നോക്കണ്ട ആശാൻ എവിടെ വരുമോ ഇല്ല, വന്നില്ല. അന്ന് എൻ്റെ പ്രമാണത്തിൽ തന്നെ അത് കലാശിച്ചു. അതുകൊണ്ട് എനിക്ക് പിന്നീട് പാണ്ടി കൊട്ടി കലാശിക്കാം എന്നുള്ളൊരു ധൈര്യം വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും പിന്നെ ആന ചിലപ്പോൾ നെറ്റിപ്പട്ടം ഇല്ലാണ്ടായിരിക്കാം, അങ്ങനെ ഒരു കാലമുണ്ട്. ഇന്നും ഞാൻ ഒരു ഫോട്ടോ സൂക്ഷിച്ചിട്ടുണ്ട്, കുമാരേട്ടൻ. അപ്പോൾ അന്ന് തടമ്പും ഇതൊന്നും വന്നില്ല. അപ്പം വെറും സരസ്വതിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് അന്ന് ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലും വന്നില്ല. അത് അവർ സ്ഥലം മാറി വേറെ സ്ഥലത്ത് കൊണ്ടുകൊടുത്തു തോന്നുന്നു. അങ്ങനെ എന്തോ ഉണ്ടായിട്ട് അങ്ങനെ ഒന്നും എത്തിയില്ല എന്തായാലും. അതങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ട്. പക്ഷേ പിന്നെ ഈ നമ്മൾ സാധനത്തിൽ ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇന്ന വിഭാഗം എന്നല്ലാതെ ഇപ്പോൾ പാട്ടുകാരാണെങ്കിലും അണിയറയിൽ സഹായിക്കണം, ഇപ്പോൾ ഉടുത്തിട്ടില്ലെങ്കിലും വാല് ഞൊറിയാൻ, അതുപോലെ ഞങ്ങളൊക്കെ പുഴയ്ക്ക് കഞ്ഞി മുക്കാനൊക്കെ പോയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആശാൻ ധാരാളം ചെയ്തു. ഞങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആശാനൊക്കെ അതിൽ കൂടുതൽ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. കാരണം വെച്ചാൽ അന്ന് ഉടുത്തിട്ട് വാല് കഞ്ഞി മുക്കലും വരും, അല്ലെങ്കിൽ അവിടെ ഞൊറിയിട്ട് വെച്ചാൽ കളിക്ക് പോയിട്ടില്ലെങ്കിലും ആ സമയത്ത് ഞൊറി ഇടൽ, പിന്നെ അതുപോലെ തകിടിടുക, ഈ കിരീടങ്ങളിലേക്കൊക്കെ അതിലേക്കുള്ള തകിടുകൾ, അതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പണ്ടൊക്കെ ഈ കോപ്രയിൽ ആരാണോ ആശാൻ അവരൊപ്പം ഇരുന്ന് ഇന്നും അതുകൊണ്ട് അത് മറന്നിട്ടില്ല. അന്ന് ചുട്ടി ആശാൻ അന്ന് ആദ്യം ഞാൻ ആ കാലത്ത് ഒരു ഹരിദാസേട്ടനായിരുന്നു കോഴിക്കോട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് ശില്പിയേട്ടൻ വന്നു. അതിൻ്റെ മുമ്പെയാണോ രാമേന്ദ്രേട്ടൻ എന്നറിയില്ല, കോട്ടയ്ക്കൽ രാമേന്ദ്രൻ. പിന്നെ ശിവരാമേട്ടൻ കുറച്ചുണ്ടായിട്ടുണ്ട്, ബാലേട്ടൻ, പിന്നെ സതീശേട്ടൻ, അത്രയൊക്കെ അതാണ്. പിന്നെ അതിൻ്റെ മുമ്പേ ആ ഒരു കാലത്ത് അരിച്ചുട്ടിയാണ്, അത് ആശാനൊക്കെ ഉള്ള സമയത്താണ്. ഒരു നാരായണ നായരാണോ എൻ്റെ ഓർമ്മ, അങ്ങനെ ഒരാളാണ് അരിച്ചുട്ടി. അരി മാത്രം മനസ്സിലുള്ളൊരു ചുട്ടി കുത്ത്, സമയം പിടിക്കും. അപ്പോൾ അതും കുമാരേട്ടൻ അതെല്ലാം കയറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ 2ാമത്തെ വർഷം മുതൽ ആശാൻ ചെണ്ടവലി പഠിപ്പിക്കുക, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതല്ലെങ്കിൽ നേരെ വലിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കണ്ണി മാറിയാൽ അപ്പോൾ ഒരു കണ്ണി നമുക്ക് കിട്ടും. അപ്പോൾ ആ ചെണ്ട വലിപ്പിക്കുക. അപ്പോൾ അങ്ങനെ 2ാമത്തെ വർഷമൊക്കെ ചെണ്ട വലിക്കാൻ തുടങ്ങി. 2 ചെണ്ട വലിച്ച് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് ബാക്കി ആശാൻ വലിക്കുക. ആശാൻ നന്നായി ആശാൻ കൂടി വലിക്കുമ്പോൾ ആ ശബ്ദം ഒന്നിച്ച് കടകടാവുന്ന ശബ്ദം കേൾക്കും. കാരണം അതുമാതിരി വലിക്കാനുള്ള. അപ്പോൾ ഒരു തവണ ചെണ്ട വലിക്കുമ്പോൾ കുമാരേട്ടൻ കളരിയിൽ വന്നിരുന്നു. അപ്പോൾ വെച്ചാൽ ചെണ്ട വലിക്കുന്നത് ഇങ്ങനെ കണ്ടു. അപ്പോൾ വേർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ ആണോ അന്ന് ആശാനുള്ള സമയമാണോ അതിൻ്റെ ശേഷമുള്ള ആ ഓർമ്മയില്ല. എന്തായാലും കുമാരേട്ടൻ വന്നിങ്ങനെ കണ്ടു ചെണ്ട വലിച്ച് ബുദ്ധിമുട്ട് എങ്ങനെയാണ് കുമാരേട്ടന് മനസ്സിലായി. കുമാരേട്ടൻ ആ ചെണ്ട വലി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വിളിച്ചു. നല്ല കഷ്ടമുള്ള പണിയാണ്, അപ്പോൾ ഓഫീസിലേക്ക് വരും, എല്ലാ മാസവും അവിടുന്ന് 50 രൂപ വാങ്ങിക്കും, നിനക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ, ആരോഗ്യം ഉണ്ടാവാൻ. അന്ന് 50 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പം എനിക്ക് 50 രൂപ കുമാരേട്ടൻ ഓഫീസിൽ നിന്ന് എല്ലാ മാസം തന്നായിരുന്നു. പക്ഷേ ഞാൻ ആ 50 രൂപ നേരെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുക ചെയ്യുക. കാരണം വെച്ചാൽ അറിയാലോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ അച്ഛൻ മരിച്ച സമയത്ത് അമ്മ ഈ 6 മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സഹോദരങ്ങളെ കുറിച്ച് ഒന്ന് പറയും. അപ്പോൾ സഹോദരങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. സഹോദരങ്ങൾ എൻ്റെ പറഞ്ഞു വന്നപ്പോൾ അതെ സഹോദരങ്ങൾ ഞങ്ങൾ 3 ആണും 3 പെണ്ണുമാണ്. അപ്പോൾ എൻ്റെ 2 ഏട്ടന്മാരും മരണപ്പെട്ടിപ്പം. പിന്നെ ഒരു ചേച്ചി മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 പെങ്ങന്മാർ ഇപ്പോൾ ഉണ്ട്. ഒരാൾ ഇപ്പോൾ ബോംബെയിലുണ്ട്, ഒരാൾ വീട്ടിലുണ്ട്. ഇപ്പോൾ എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ ആശാൻ നമ്മളിപ്പോൾ പഠനകാലത്തെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞുള്ള അരങ്ങനുഭവങ്ങൾ പറഞ്ഞു. ആശാൻ്റെ അധ്യാപനത്തിനെ കുറിച്ചുള്ള ഈ സദനത്തിൽ പഠിപ്പിച്ച ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടം അല്ല, പഠിച്ച ഞാൻ പഠിച്ച കാലഘട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ആശാന്റെ കഴിഞ്ഞ പിന്നെ അല്ല, അത് പഠിച്ച കാലം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ആശാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള കാലം 78 മുതലാണ്. ആദ്യത്തെ
ക്ലാസ്സിന് വരുന്നത് രാമകൃഷ്ണനാണ്. അവിടെ മുതൽക്കുള്ള അത് ഈ പറഞ്ഞ മാതിരിയാണ്. രാമകൃഷ്ണൻ ചെറിയ കുട്ടിയിൽ കൊണ്ടുവന്ന് തന്നതാണ് എനിക്ക്. പിന്നെ രാമകൃഷ്ണൻ്റെ അച്ഛൻ അദ്ദേഹം എല്ലാ ആഴ്ചയും വന്ന് കാണാൻ വരും. അന്നൊരു 6ാം ക്ലാസ്സോ മറ്റോ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് അയക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ അത് ഒരു ഭക്ഷണ രീതി അടക്കം ഞാൻ ശ്രദ്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ രാമകൃഷ്ണനെ ഇപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പൊരു കാര്യം പറയുകയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആശാൻ്റെ ഈ 79 മറ്റാണ് ഉണ്ണികൃഷ്ണാശാൻ്റെ ആശാൻ, ആദ്യത്തെ ഒരു ആശാനുണ്ട്, കുറുപ്പാശാൻ എന്നാണ് ഓർമ്മ, അല്ലേ ആശാൻ? കുറുപ്പാശാൻ. അപ്പോൾ ആ ആശാൻ അവിടേക്ക് തായമ്പയ്ക്ക് വിട്ടു തന്നെ. അപ്പോൾ ഇതാണല്ലോ, സമയത്ത് ഒരു 16-17 വയസ്സുള്ള സമയമാണ്. അപ്പോൾ ആശാൻ്റെ അവിടേക്ക് ആശാൻ്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അവരൊക്കെ താളം പിടിച്ചുകൊണ്ട് ഞാനൊരു തായമ്പ് കൊട്ടി. അപ്പോൾ അന്ന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറഞ്ഞാൽ ഈ ചോര, കയ്യിൽ നിന്ന് ചോര നല്ലോണം പോകും. അപ്പോൾ അന്ന് ഈ ഒപ്പം താളം പിടിക്കാൻ നിന്ന ആൾക്കാരുടെ മേലൊക്കെ ഒക്കെ ഈ സൂചി കൊണ്ട് കുത്തിയമായിട്ടുള്ള തെറിക്കുകയാണല്ലോ. അന്ന് ചുറ്റൊന്നും ഇട്ടിട്ടില്ല, തെറിച്ച് ആകെ ചോരം മയായി. അപ്പം അന്ന് ശശിയേട്ടൻ ഉണ്ടല്ലോ, ഏഷ്യാഡ് ശശിയേട്ടനൊക്കെ നിലത്തളം, അത് ഇപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് പറയും. അപ്പോൾ അവരുടെയൊക്കെ വേഷ്ടികളിലും മുണ്ടിലും വേഷ്ടിയിലൊക്കെ ചോര വീണു. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൂടി എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഉണ്ണീഷാശാൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ആദ്യത്തെ പുറത്ത് തായമ്പ്. എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ തായമ്പ് അതായിരിക്കാം ഒരു പക്ഷേ. തായമ്പ് അരങ്ങേറ്റം കഴിഞ്ഞത് വല്യച്ഛൻ്റെ കെയർ ഓഫിൽ അവിടെ തന്നെയാണ്, ഒരു കല്ലിങ്ങിലെ പറയും. ഇപ്പോഴും ഞാനത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ജ്യോതിഷമൊക്കെ അവിടെ വന്നിട്ടുണ്ടാവണം. അതെ. അപ്പോൾ ഞാൻ രാമകൃഷ്ണനൊക്കെ തായമ്പ് ഞാൻ എൻ്റെ ഒപ്പം നിർത്തി ഡബിൾ തായമ്പൊക്കെ കൊട്ടാൻ ഇവരിനെയൊക്കെ അതെ പ്രോത്സാഹിപ്പിച്ചും പ്രേരിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. ഇപ്പോൾ അവരൊക്കെ കൊട്ടുന്ന കാണുമ്പോൾ നമ്മൾ അവരെ എവിടെയാണ് കൊട്ടുള്ളത് കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന കാലമാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ് എനിക്ക് അവരുടെ, നമ്മുടെ കുട്ടികൾ വളരുക, അതൊരു വലിയ അനുഭവമാണല്ലോ. ആശാൻ ഈ കുറേ ശിഷ്യന്മാരും ശിഷ്യകളും പെൺകുട്ടികളും ആൺകുട്ടികളായിട്ട് സദനത്തിലുള്ള ആളുകൾ എനിക്കറിയാം, പുറത്തും കുറേ ക്ലാസ്സുകൾ ആശാൻ നടത്തുന്നുണ്ടല്ലോ. അതൊന്നും ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രതിഫലമൊന്നും ആശാൻ നടത്തുന്നതാണ്. ഒരുപാട് കുട്ടികളെ ഇപ്പോൾ ഞാൻ ഒരു പക്ഷേ ഒരു 1000-2000 കുട്ടികളെ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ടാവണം അമ്പലത്തിൽ നിന്ന് തന്നെ. അതിലത്തെ ഒരു ടീമിൻ്റെ ആദ്യത്തെ അരങ്ങേറ്റത്തിനാണ് 2003 ഇവിടെ അതെ 2003 സദനം ഓഡിറ്റോറിയത്തിൻ്റെ അല്ലെങ്കിൽ ആ പുറത്തെ സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനത്തിന് മന്ത്രി കാർത്തികേയനാണ്. അത് അന്ന് ജ്യോതിഷൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ താളം പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ആദ്യത്തെ അവിടെ ഞാൻ അരങ്ങേറ്റത്തിന് കുമാരേട്ടനെ അവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ ആ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് പിറ്റത്തെ ഉടനെ തന്നെയാണ് ഇവിടുത്തെ നമ്മൾ വാർഷികം വരണം ഈ ഇത്. അപ്പം ഇവിടെ ഈ കുട്ടികളെന്നൊക്കെ അവിടെ മേളം കൊട്ടണം, ഇതും എൻ്റെ മക്കളാണ് കേട്ടോ എന്ന് കുമാരേട്ടൻ അവിടെ നിന്നൊരു വാക്ക് തന്നു അവരോട്. ഇപ്പോഴും ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ടല്ലേ? അത് തുടർന്ന് പോയി. അത് കുമാരേട്ടൻ്റെ സമ്മതത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം കുമാരേട്ടൻ്റെ സമ്മതത്തോടെ ഒരു അമ്പലത്തിൽ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ എനിക്ക് പഠിപ്പിക്കാൻ പാടില്ലല്ലോ, കാരണം ഈ ഇത്രയും അടുത്തല്ലേ. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടാണ് അവിടുത്തെ ആ കമ്മിറ്റിയിലെ ഒരു കേശുവേട്ടൻ എന്നൊക്കെ പറയും, അവർ കുമാരേട്ടൻ വന്ന് അതായിക്കോട്ടോ, അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ കുട്ടിയാണ്, അവൻ പഠിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുമാരേട്ടൻ പറഞ്ഞിട്ട് തുടങ്ങിയ ഇതാണ്. അത് ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ ഇപ്പോൾ ഒരു 50-ലധികം പെൺകുട്ടികൾ തന്നെ ഉണ്ട് ഇപ്പോഴും എൻ്റെ ഗ്രൂപ്പിൽ. ഇപ്പോഴും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഞാൻ മുടങ്ങിയ കുറച്ച് അറിയാലോ, കുറച്ചൊരു വയ്യാണ്ട് ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി. അപ്പോൾ ആ സമയത്ത് ക്ലാസ് നിർത്തി വെച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു, ഒരു 6 മാസം. അതിൽ കുറച്ച് കൊഴിഞ്ഞു പോയി. എന്നാലും ഇപ്പോഴും ഒരു 50-ലധികം കുട്ടികളുണ്ട്. ആശാൻ ചെണ്ട പഠിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആശാൻ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്തും ജോലി ചെയ്യാനുള്ള അവസരമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 25 വർഷം ആശാൻ്റെ കളരിയിൽ പഠിക്കാനും പിന്നെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ആശാൻ്റെ ക്ലാസ്സുകൾ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, ആശാൻ ചെണ്ട പഠിപ്പിക്കണം. അപ്പോൾ ആ രീതി ഒന്ന് കാണുന്ന ആളുകൾക്കും അറിയാൻ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സദനത്തിലെ അഷ്ടകലാശം, അതുപോലെ നമുക്ക് സദനത്തിലേതായിട്ടുള്ള ചില കലാശങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആശാൻ്റെ പഠിപ്പിക്കേണ്ട രീതി ഒന്ന് പറയാൻ പറ്റുമോ? സദനത്തിൻ്റെ അഷ്ടകലാശം അഷ്ടകലാശം തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അത് നമ്മൾ വായത്താരി പറഞ്ഞിട്ടും പഠിപ്പിക്കാറുണ്ട്, കൊട്ടിട്ട് പഠിപ്പിക്കാറുമുണ്ട്. കൂടുതലും കൊട്ടി പഠിപ്പിക്കലാണ് പതിവ്. വായത്താരി എല്ലാവർക്കും നിൽക്കില്ല. കാരണം ഉദാഹരണം
തക്കിട്ടത്തക്ക് ധിത്തത്ത ധിത്തത്ത ധിത്താതികിതത്തൈ ധിത്തത്ത ധിത്താതികിതത്തൈ ത ത കിട്ടത്തക്ക് തത്തോ. അങ്ങനെ അതൊന്നും ചിലപ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിൽ നിൽക്കില്ല. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്ത് കുട്ടി അതെ കുമാരനാശാൻ്റെ കളിയിൽ അതുകൊണ്ടാണ് നമുക്ക് ഈ വായച്ചൊല്ല് ഓർമ്മ വെച്ചത് ഇത്രയും എത്ര വർഷമായാലും അത് മറക്കാണ്ട് സൂക്ഷിക്കുന്നത്. ആശാൻ പറഞ്ഞു തന്ന അല്ലെങ്കിൽ ആ താളം പിടിപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കലാശങ്ങൾ ഒരുപാട് കലാശങ്ങൾ മുക്കാക്കൈയായിട്ടും അതിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ സാധാരണ കലാശങ്ങൾ ചെമ്പടയിലാണെച്ചാലും അത് കലാശങ്ങളില്ലാതെ അല്ലെങ്കിൽ കലാശം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ മുക്കാക്കൈയും മുത്താരിപ്പുകളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരു അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്, കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു അഷ്ടകലാശത്തിൻ്റെ ഈ താളം നിൽക്കാത്ത ഒരു കഥ അതാണ് ഇപ്പോൾ ദിത്ത പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ അത് അഷ്ടകലാശം മുഴുവനും താളം പിടിച്ച് പറയിപ്പിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അഷ്ടകലാശം ഈ കുമാരനാശാൻ്റെ അഷ്ടകലാശം എടുക്കുന്നുണ്ടെങ്കിൽ അത് സദനത്തിൽ ആരെങ്കിലും വേണം എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ക്ലബിൻ്റെ കളി കാണിച്ചാലും എവിടെ കാണിച്ചാൽ മേരിപ്പറ്റാശം കളി കാണിച്ചാൽ എന്നാൾ വേണം, കൃഷ്ണകുട്ടിയാശം കളി കാണിച്ചാൽ എന്നാൾ വേണം. അപ്പം സദനത്തിൽ നിന്ന് ആളെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ണിശാസനൊക്കെ അതുപോലെ ഉണ്ണിശാസം കിട്ടുള്ളൂ. കാരണം അവിടെ ഉണ്ണിശാസം പഠിപ്പിച്ചാണല്ലോ നമുക്ക്. ഉണ്ണിശാസനാണ് അഷ്ടകലാശമൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ അത് കാരണം ഇത് മനസ്സൊന്നും പോയിട്ടില്ല. എന്നും ഇപ്പോഴും അഷ്ടകലാശം കൊട്ടണോ കുമാരനാശാൻ്റെ അഷ്ടകലാശം അരങ്ങത്തുണ്ടെങ്കിൽ നമുക്ക് കൊട്ടാൻ ധൈര്യമുണ്ട്. കാരണം അത് ഉറപ്പിച്ചു കഴിഞ്ഞു, അടിച്ചുറപ്പിച്ചതാണ്. തോടയം പുറപ്പാടൊക്കെ പോലെ അതെ അതെ അത് ഉറപ്പാക്കിയതാണ്. ആ കഥ ഉറപ്പാക്കിയതാണ്, അല്ലാണ്ട് അത് മറന്നിട്ടില്ല. കുമാരനാശാൻ്റെ കളരിയിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഓരോ പണ്ടൊക്കെ ഇങ്ങനെ താളം പിടിക്കുമ്പോൾ പരിയാമ്പറ്റി ദിവാരേട്ടനൊക്കെ ഉള്ള കളരിയാണ്. ഞാൻ ഒന്ന് ചെറുതായിട്ട് പറയാണ്. അപ്പോൾ ലാസ്റ്റ് എന്ന് പറയുന്നതിനും പോയി എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നിൽക്കില്ല, നമുക്ക് പെട്ടെന്ന്. പിന്നെ അതങ്ങനെ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ആശാൻ. അത് ഉറപ്പിച്ചേ വിടൂ. ഇപ്പം അഥവാ രാത്രി ക്ലാസ്സിനൊക്കെ ആശാൻ 9:30 എന്ന് പറഞ്ഞാൽ തലയാട്ടും. അത് കഴിഞ്ഞ് 10:30 അവിടെയൊക്കെ കടന്നുണ്ടാവും. എന്നപ്പം ഇനി നിർത്തുക, 9:30 എന്നല്ലേ പറയണത് എന്ന് പറഞ്ഞ കാലം അത് ഇപ്പോൾ ആശാൻ തന്നെ ഓർമ്മയുണ്ടാവും. നമുക്കൊക്കെ വെറുപ്പ് പിടിച്ചിട്ടില്ല എന്നാലും. കാരണം എത്ര നീണ്ടുപോയാലും ആശാൻ്റെ ക്ലാസ്സിന് വെറുപ്പ് പിടിക്കില്ല. അന്ന് ചെണ്ടക്കാരും ഒക്കെ എല്ലാവരും കൂടി ഒന്നിച്ചാണ് കോമൺ ആയിട്ടായിരിക്കായിരുന്നു. ആശാൻ്റെ പഠനകാലവും അതുപോലെ അധ്യാപന കാലമായിട്ട് സദനത്തിൽ എത്ര വർഷം ഉണ്ടായി ആശാൻ? ഞാൻ പഠനകാലം 78 മുതൽ തുടങ്ങിയല്ലോ. പിന്നെ 84 മുതൽ അധ്യാപകനാണ്. അതിൻ്റെ ഇടയിൽ സ്കോളർഷിപ്പും ഒക്കെ കഴിഞ്ഞല്ലോ. 84 മുതൽ 2017 വരെ അധ്യാപകനായിരുന്നു. 2017 മുതൽ 2025 വരെ പ്രിൻസിപ്പളായിട്ടും വർക്ക് ചെയ്തു. അത് എല്ലാം ശരിക്കും പറഞ്ഞാൽ എന്നും മനസ്സാൽ സാഷ്ടാംഗം നമസ്കരിക്കേണ്ട ആളാണ് കുമാരേട്ടൻ. അത് മറക്കാനും പറ്റില്ല. കാരണം ഇന്നും ആ മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്ന് വന്നതും ഇവിടെ ഇരിക്കുന്നതടക്കം. അധ്യാപന കാലത്തെ ഇപ്പോൾ കീഴ്പ്പുറം കുമാരനാശാൻ, അതുപോലെ കൃഷ്ണൻകുട്ടി ആശാൻ, കറ്റശ്ശേരി രാമകുട്ടി ആശാൻ, നരിപ്പറ്റാശാൻ, ബാലാശാൻ, അവരൊക്കെ കളരി നടത്തുന്ന സമയത്ത് ആശാൻ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം ആശാൻ റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ അരുമർ സാറിൻ്റെ ചൊല്ലിയാട്ടത്തിൻ്റെ ആ സമയത്തൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹരിയേട്ടൻ്റെ സ്കോളർഷിപ്പ് പീരീഡ് മുതൽക്ക് അന്നും കുമാരനാശാൻ രണ്ടാമത് വരുന്നത് ആ സമയത്താണ്. അത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോൾ ഹരിയേട്ടൻ്റെ അല്ലെങ്കിൽ ബാലാശാൻ്റെയും ഹരിയേട്ടൻ്റെയൊക്കെ ക്ലാസ്സിൽ ചൊല്ലിയാട്ട കളരിയിൽ ഞാൻ ഒരുപാട് കൊട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൊട്ടിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊട്ടിക്കണം കൂടി നമ്മൾ ആശാന്മാർ ഇരിക്കണമല്ലോ. അപ്പോൾ ആ അനുഭവം നല്ല അനുഭവം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ ആശാൻ്റെ കുമാരനാശാൻ എങ്ങനെയാണോ താളത്തിൽ ഉപയോഗിച്ചിരുന്നത്, പ്രയോഗിച്ചിരുന്നത്, അതെ, അത് തെല്ലിയുടെ വ്യത്യാസം വരുത്താണ്ട് തന്നെ ഹരിയേട്ടനും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് കാരണമാണ് ഹരിയേട്ടൻ്റെ പുതിയ കഥകളിലെല്ലാം ഹരിയേട്ടൻ പുതിയ എണ്ണങ്ങളോ കലാശങ്ങളോ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അനുഭവമായിരുന്നു. ആശാനെ ഹരിയേട്ടനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഹരിയേട്ടൻ്റെ ഓരോ ക്ലാസ്സുകളും അതെല്ലാവർക്കും ഉപകരിക്കുന്ന തരത്തിലാണ്. വെച്ചാൽ അതിന് വ്യത്യാസമില്ല, വ്യത്യാസമോ അല്ലെങ്കിൽ വേഷമാണ്, പാട്ടാണ്, ചെണ്ടയാണ്, മദ്ദളമൊന്നും എല്ലാവർക്കും സാധനത്തിൽ പണ്ടേ ഇല്ലാത്തതുകൊണ്ട്. അതെ, അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും എന്ന് വിചാരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ വർഷം മുതൽ ഇല്ലല്ലോ. അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകണ്ടാവുക എന്നുള്ളത് ഞാൻ വിചാരിക്കണം. അങ്ങനെ ആവട്ടെ, ആശംസിക്കണം.
പിന്നെ ആശാന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളെക്കുറിച്ച്, അതുപോലെ വിദേശയാത്രകൾ ധാരാളം പോയിട്ടുണ്ടെന്ന് അറിയാം, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. പുരസ്കാരങ്ങൾ കിട്ടിയിരിക്കുന്നത് ഒന്ന് അമ്പലപ്പാറ സനാതന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പുരസ്കാരമാണ്. അത് ശ്രീചക്ര ഗൗരീശം എന്നാണ് അങ്ങനെ പുരസ്കാരത്തിൻ്റെ പേര്. പിന്നെ എറണാകുളം കഥകളി ക്ലബിൻ്റെ തൗര്യത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രാണ അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ ഒരു കലാചാര്യ പുരസ്കാരം, അന്ന് ആശാനുണ്ട് കലാശ്രേഷ്ഠ പുരസ്കാരം. അത് ഏറ്റവും വലിയ അനുഭവം, അല്ലെങ്കിൽ എൻ്റെ മറക്കാൻ പറ്റാത്തൊരു ഗുരുവിനും ശിഷ്യനും ഒരേ വേദിയിൽ അങ്ങനെ ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ ഒരു ശിഷ്യനും ഒന്നും പറയാനില്ല, അത്ര പുണ്യമാണ്. പിന്നെ എനിക്ക് ഒന്ന് കിട്ടിയിരിക്കുന്നത് ഡൽഹി പഞ്ചവാദി ട്രസ്റ്റിൻ്റെ കലാചാര്യ പുരസ്കാരം. പിന്നെ നമ്മളുടെ ബാംഗ്ലൂർ പ്രണവം ആർട്സിൻ്റെ പ്രണവം അവാർഡ്, അങ്ങനെ ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു. പിന്നെ ഇരിങ്ങാലക്കുട കഥകളി ക്ലബിൻ്റെ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം. പിന്നെ ഇതൊക്കെ ആകാശവാണിയിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫെലോഷിപ്പ്, സീനിയർ ഫെലോഷിപ്പ്. പിന്നെ ഏറ്റവും വലിയ അനുഭവപ്പെടുത്ത ഉള്ളത് നമ്മളുടെ ശിഷ്യരും പ്രശിഷ്യരും നാട്ടുകാരും കഥകളി അക്കാഡമിയും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന്, നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു ആദരവ്. അതെ ഒരു പിന്നെ എന്തെന്നാ പറയുക, സുവർണഹാരം എന്നൊക്കെ പറഞ്ഞ് അതിലും ഞാൻ അഭിമാനിക്കുന്നത് എന്താ വെച്ചാൽ, ആ സുവർണഹാരം സ്വീകരിച്ചത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഉണ്ണികൃഷ്ണാശാൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് മഹാപുണ്യം ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളല്ലേ ചോദിച്ചത്, വിദേശ രാജ്യങ്ങളിൽ പോയ സ്ഥലങ്ങൾ ഏകദേശം അമേരിക്ക, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക്, ജപ്പാൻ, ഗ്രീസ്. പിന്നെ നമ്മളൊക്കെ ജ്യോതിഷം ഉണ്ടായിരുന്നല്ലോ, റീയൂണിയൻ അല്ലേ? ഇല്ല, ഞാൻ അന്ന് യാത്ര ഇല്ല. അപ്പോൾ ഒരു ഫ്രഞ്ച് റീയൂണിയൻ, പിന്നെ ദുബായ്, അങ്ങനെയുള്ള കുറേ സ്ഥലം. പിന്നെ ഇന്ത്യയിലെ ഏകദേശം സ്ഥലങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ആശാൻ്റെ കുടുംബത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ. കുടുംബം, എൻ്റെ ഭാര്യയുടെ പേര് നളിനി. ഇന്നിപ്പോൾ എന്നെ കൂടെ ഇല്ല, 5 വർഷം കഴിഞ്ഞു മരണപ്പെട്ടിട്ട്. പിന്നെ 2 ആൺമക്കളാണ്, നിഷാദ്, നിവേദ്. പിന്നെ മൂത്തമോൻ്റെ മാരേജ് കഴിഞ്ഞാണ് ആതിര. അങ്ങനെയാണ് കുടുംബം ആയിട്ട് പോകുന്നത്. അകലൂരിൽ തന്നെ താമസം, ഞാൻ തറവാട്ടിൽ തന്നെയാണ്. വളരെ ദയനീയമായ സാഹചര്യത്തിൽ നിന്നും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും വലിയ ഒരു ഉയർന്ന പദവി, ഗാന്ധി സേവാ സദൻ കഥകളി അക്കാദമിയിലെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് വിരമിക്കാൻ അനേകം ആചാര്യന്മാർക്ക് ഒപ്പം അരങ്ങത്തും കളരിയിലും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം, അവസരം ഒക്കെ ലഭിച്ച, അതുപോലെ നേരത്തെ പറഞ്ഞു ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് വന്നു, അങ്ങനെയുള്ളൊരു കലാകാരൻ അമേരിക്ക തുടങ്ങിയിട്ടുള്ള അനേകം വിദേശയാത്രകൾ നടത്താനുള്ള ഭാഗ്യം ഒക്കെ കൈവരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഈ സദനം ഗോപാലകൃഷ്ണൻ ആശാന് മേൽക്കുമേൽ എല്ലാ അനുഗ്രഹങ്ങളും ഗുരുനാഥന്മാരുടെയും ഈശ്വരന്മാരുടെയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി ആശാൻ, ഇത്രയും സമയം വായ്ത്താരിയിൽ സംസാരിക്കാൻ ആശാൻ മനസ്സ് തുറന്നതിന് നന്ദി. അപ്പോൾ ഇത്രയും നേരം എന്നോട് ചോദ്യങ്ങൾക്ക് ചോദിച്ചും കുറേ എനിക്ക് പറ്റുന്ന അറിവുകൾ മുഴുവനൊന്നും പറയാനെത്തിയിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുള്ള ഇതിലാണെങ്കിലും അത് ഒരുവിധം പറയാൻ സാധിച്ചതും, ചോദിച്ചതിന് മറുപടി തരാൻ സാധിച്ചത് കുറച്ചൊക്കെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെല്ലാം എനിക്ക് പ്രചോദനമായിട്ടുള്ളത് എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ഉണ്ണീഷാശാൻ, ബാക്കിയുള്ള ബലരാമാശാൻ, എല്ലാ ആശാന്മാരുടെയും കാരുണ്യം കൊണ്ടാണ് എൻ്റെ, പ്രത്യേകിച്ചും കുമാരേട്ടൻ്റെ കാരുണ്യം, പിന്നെ എൻ്റെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും കാരുണ്യം കൊണ്ടാണ്
നന്ദി, നമസ്കാരം. വേറൊരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, ഈ ഉണ്ണികൃഷ്ണാശാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വായ്ത്താരി എന്നുള്ളൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ചെണ്ട ആചാര്യന്മാരുടെ, കഥകളി കൂട്ടുകാരുടെ അനുഭവങ്ങളും കളരി അനുഭവങ്ങളും അരങ്ങനുഭവങ്ങളും ഒരുപാട് നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. ആശാൻ ഈ ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിന് എത്രയാണ് നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുന്നത്, അത് ഇപ്പോഴാണോ ഇതിൻ്റെ വില അറിയുക? അല്ലെങ്കിൽ ഞാനൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആശാൻ ഈ വായ്ത്താരി എന്നുള്ള ഈ ഒരു എപ്പിസോഡ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ആളുകൾ അതിനെ കണ്ടു എന്നടിക്കാറുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം. അത് ഇപ്പോഴാവില്ല ഇതിൻ്റെ വില അറിയുക. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് പല കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് കളിമേള സഞ്ചാരമെന്നോ അല്ലെങ്കിൽ വായ്ത്താരിന്നോ അരങ്ങത്ത് കൊട്ടേണ്ട കാര്യങ്ങളായാലും കളരിയിൽ കൊട്ടേണ്ട കാര്യങ്ങളായാലും അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ ഈ പദ്ധതിയിലൂടെ ചെയ്തു കഴിഞ്ഞു. ഇനിയും ചെയ്യാനിരിക്കുന്നുണ്ടെന്ന് ആശാൻ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ എത്രയാണ് നന്ദി പറയാമെന്നറിയില്ല. കൂടെ എന്നെ ഈ വായ്ത്താരിയുടെ ഈ എപ്പിസോഡിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.